ഹലോ, ഇന്നും ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്തത് ഒരു ഉള്ളിമുട്ട, ഒരു ഒണിയൻ, അതുപോലെ തന്നെ ഒണിയൻ എഗ്ഗ് വടയുടെ റെസിപ്പി ആയിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും എന്നെനിക്കറിയാം. അപ്പോൾ ഞാൻ വേറൊരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി, എല്ലാവർക്കും അറിയാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. ഇതെന്ന് പറയുന്നത് ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഞാനിതാ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ബോംബെ ടോസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന മുട്ടയും ബ്രെഡും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 7-8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ നോർമൽ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വീറ്റ് ബ്രെഡിലും ഈ സെയിം ബോംബെ ടോസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. പിന്നെ ബ്രെഡ് എന്ന് പറയുമ്പോഴത്തേനും നോർമൽ ബ്രെഡുണ്ട്, അതുപോലെ തന്നെ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് മിൽക്ക് ബ്രെഡുണ്ട്, അങ്ങനെ പല പല ടൈപ്പ് ബ്രെഡുണ്ട്. ഞാനിപ്പോൾ നോർമൽ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 മുട്ട ഞാൻ എടുത്തു. ആ മുട്ടയിലേക്ക് ഞാൻ ഒരു 3 മുട്ടയ്ക്ക് ഒരു 3 ചെറിയ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ടത്. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഒരു അര ഗ്ലാസ് പാല് ഞാൻ ഒഴിച്ചു. പിന്നെ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചേർത്തത് കുറച്ച് ഏലക്ക ആണ് ചേർത്തത്. അല്ലെങ്കിൽ ഇതിലും കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിനമൺ പൗഡർ ഉണ്ടല്ലോ, നമ്മുടെ കറുവാപ്പട്ട പൊടി ചേർക്കുന്നത് കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു അടിപൊളി സാധനമാണ്. പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ വാനില എസൻസ് തീർന്നിരിക്കുകയായിരുന്നു, ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ. അപ്പോൾ വാനില എസൻസ് ഉള്ളവർ അതും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ആ ഒരു ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇന്നത്തെ ഫ്രഞ്ച് ടോസ്റ്റ് അല്ലെങ്കിൽ ബോംബെ ടോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാനിന്ന് കംപ്ലീറ്റ് ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഗീയിൽ ചെയ്തെടുക്കാം, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലിൽ ചെയ്തെടുക്കാം, കൊക്കനട്ട് ഓയിലിൽ ചെയ്തെടുക്കാം, ബട്ടറിൽ ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടെ മുന്നിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് കംപ്ലീറ്റ് ആയിട്ട് ബട്ടറിലാണ് എൻ്റെ ഒരു ബോംബെ ടോസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ പാൻ വെച്ചു. പാൻ ഒന്ന് ചൂടായപ്പോഴത്തേനും അതിലേക്ക് ഒരു പീസ് ബട്ടർ മെൽറ്റ് ചെയ്യാനിട്ടു. അതൊന്ന് കംപ്ലീറ്റ് എല്ലായിടും ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമ്മളുടെ ആ ഒരു മിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നറിയാലോ, മുട്ട, പഞ്ചസാര, കുറച്ച് ഏലക്ക ക്രഷ് ചെയ്തത്, പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ പാലൊക്കെ ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ കപ്പിലിട്ടൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നോക്ക്, ആ ഒരു ബട്ടറിൽ ഒരു അടിപൊളി ഫ്ലേവറാണ് കേട്ടോ, അടിപൊളി ഒരു സൂപ്പർ സ്മെല്ലാണ്. അല്ലെങ്കിലും ഗീയിലും അതുപോലെ തന്നെ ബട്ടറിലും ഒക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഈ കൊക്കനട്ട് ഓയിലും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ഒക്കെ ചെയ്യുന്നതിലും ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ബട്ടറിലും ഗീയിലും ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ മക്കൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ എന്താണേലും നിങ്ങൾ ഗീയിലോ അതുപോലെ തന്നെ ബട്ടറിലോ ഒക്കെ ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓരോന്നോരോന്ന്, നമ്മുടെ പാൻ അല്പം വലുതാണ്, പാനിൽ കുറച്ചും കൂടെ ഡയമീറ്റർ ഉണ്ടെങ്കിൽ പോലും ഞാൻ പാനിൽ ഓരോരോ ബ്രെഡ് ഇട്ടേ ഞാൻ ചെയ്തെടുക്കുന്നുള്ളൂ. എന്നാന്ന് വെച്ചാൽ നമ്മൾ പതിയെ നമുക്ക് ധൃതിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പതിയെ ഞാൻ ഓരോ ക്യൂബ് ബട്ടർ ഇട്ടതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ബ്രെഡിൻ്റെ 2 സൈഡിലും നന്നായിട്ട് നമ്മുടെ ആ ഒരു മിൽക്ക് എഗ്ഗ് മിക്സ് ഇതുണ്ടല്ലോ അതൊന്ന് സോക്ക് ചെയ്തിട്ട് നന്നായിട്ട്, അപ്പോൾ ഉള്ളിൽ നന്നായിട്ട് ഞാൻ മിൽക്ക് സോക്ക് ചെയ്യുന്നുണ്ട്. മിൽക്ക് എഗ്ഗ് ആ ഒരു മിക്സ് ഞാൻ നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ഫ്ലഫി ആയിട്ട്, അപ്പോൾ കുറച്ചും കൂടെ ഇപ്പം ഞാനിത് വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് എടുക്കാം, ഈവനിങ് സ്നാക്കായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് ബോംബെ ടോസ്റ്റ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് ഒന്നും കൂടി നമ്മൾ പാനിലേക്ക് ആ ബ്രെഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് തിരിച്ചും മറിച്ചും ഇടുമ്പോഴത്തേനും നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് അല്ലെങ്കിൽ ബോംബെ ടോസ്റ്റ് കിട്ടും. പിന്നെ മധുരം ഒരുപാട്
ഒരുപാട് ഡയറ്റ് കോൺഷ്യസ് അല്ല, കുഴപ്പമില്ല, ഹെൽത്ത് കോൺഷ്യസ് അല്ല, ഡയറ്റ് കോൺഷ്യസ് അല്ല എന്നുള്ളവർ എക്സ്ട്രാ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്തോളുക. ഇതിലൊക്കെ എത്രത്തോളം പഞ്ചസാര ആഡ് ചെയ്യുന്നോ അത്രത്തോളം ടേസ്റ്റാണ്. നമ്മൾ കുറച്ചിപ്പം ഷുഗർ കട്ടാണ്, കുറച്ച് ചെറിയ രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ 3 മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ ഷുഗർ ആഡ് ചെയ്യേണ്ടവർ ആഡ് ചെയ്തോളുക. ഞാനിപ്പോൾ വളരെ കുറച്ച് ഷുഗറേ ആഡ് ചെയ്തുള്ളൂ, ഒരു 3 ടീസ്പൂൺ ഷുഗറേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞാൻ 1 by 1 ആയിട്ട് പതിയെ നിന്ന് ആ 8 സ്ലൈസ് ബ്രെഡും കുറച്ച് ചെറിയ ക്യൂബ് ബട്ടർ ഇട്ട് എന്താണ് 2 സൈഡും സോക്ക് ചെയ്ത് വെച്ച് ഞാൻ വളരെ റിലാക്സ് ചെയ്ത് നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ്, ബോംബെ ടോസ്റ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു റെസിപ്പീനെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. പിന്നെ ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ എന്താണ് പുതിയതായിട്ട് കുക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് എന്തെങ്കിലും സ്നാക്ക് കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അരിയലോ പിടിക്കലോ ഒന്നുമില്ലാതെ നമ്മുടെ കയ്യിൽ കുറച്ച് പാലും കുറച്ച് മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ്. പിന്നെ ഇത് സ്നാക്കെന്ന് മാത്രം പറഞ്ഞ് അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല, ഡിന്നറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഫുഡ് ഐറ്റം എന്ന് തന്നെ ഇതിനെ പറയാം. ഞാൻ പറഞ്ഞല്ലോ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഷുഗർ കട്ട് ചെയ്തോളുക. കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ട് ചെയ്തിട്ട് വീറ്റ് ബ്രെഡിൽ തന്നെ റെഡിയാക്കി എടുക്കുക. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും മുകളിലായിട്ട് ഹണിയോ അല്ലെങ്കിൽ നമ്മുടെ മേപ്പിൾ സിറപ്പ് ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഹണിയോ മേപ്പിൾ സിറപ്പോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് നല്ല ചൂട് ചായയുടെ കൂടെയാണ് എൻ്റെ ഇന്നത്തെ ഈവനിങ് സ്നാക്കായ ബോംബെ ടോസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കിച്ചണിൽ നിന്ന് നമ്മുടെ എന്താ പറയുക കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കാസ്ട്രോളോട് കൂടിയിട്ട് ഞാൻ ടേബിളിലേക്ക് എൻ്റെ ഐറ്റം എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഒരു ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരു തമ്പനെയിലിനൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക്, ഒരു ബ്ലാക്ക് പ്ലെയിൻ പ്ലേറ്റിലേക്ക് നമ്മുടെ ബ്രെഡ് എന്ന് പറയുന്നത് സെർവ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ചായക്കല്ലാത്തവർ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഹണി അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കഴിക്കുക. ഞാനിപ്പോൾ ചായയുടെ കൂടെയാണ് ചായ വെക്കുന്ന പാർട്ടും കൂടി ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ നല്ല അടിപൊളിയായിട്ട് ഏലക്കയൊക്കെ ഇട്ട് നല്ല കടുപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി എൻ്റെ ചായയും റെഡിയാവുന്നുണ്ട്. അപ്പോൾ സാധാരണ റെസിപ്പി വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും റെസിപ്പീസ് മാത്രം റെഡിയാക്കി അത് കാണിച്ച് അങ്ങ് കട്ട് ചെയ്താൽ മതി. പക്ഷേ എനിക്കെന്തോ വൈകുന്നേരത്തെ നമ്മുടെ ടീ ടൈം കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഞാനിത് ഇക്കാക്കും മക്കൾക്കും ഒക്കെ ആ ഒരു നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ്, ബോംബെ ടോസ്റ്റ് എടുത്ത് കൊടുത്തു. ഞാൻ ഒരു 3 സ്ലൈസ് എടുത്തു, പിന്നെ ഒരു കപ്പ് ചൂട് ചായയും. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള എൻ്റെ ഈ ഒരു ബ്രെഡ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. 1-2 ടിപ്സും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എന്താ പറയുക ടേസ്റ്റ് കൂട്ടാനുള്ള പല വഴികളുണ്ട്. അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.